20ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ സുവർണ ചകോരം ജയരാജൻ സംവിധാനം ചെയ്ത ഒറ്റാലിന് ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് IFFK-യിൽ സുവർണ ചകോരം നേടുന്നത്. ഇതുൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ഒറ്റാൽ നേടിയത്. I invited the director and producer of Otal, the track, on stage. മലയാളം തിളങ്ങി നിന്ന IFFK-യിൽ സുവർണ ചകോരം ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളാണ് ഒറ്റാൽ നേടിയത്. ഫിപ്രസിയുടെ മികച്ച സിനിമ, മേളയിലെ ജനപ്രിയ സിനിമ, നെറ്റ്പാക് അവാർഡ് എന്നിവ ഒറ്റാൽ സ്വന്തമാക്കി. സുവർണ ചകോരത്തിനുള്ള 15 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഗവർണർ P. സദാശിവം ജയരാജിന് സമ്മാനിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഫിലിപ്പൈൻ സിനിമയായ ഷാഡോ ബിഹൈൻഡ് ദ മൂൺ ഒരുക്കിയ ജോൺ റോബിൾസ് ലാനയാണ്. ജലാൽ സ്റ്റോറിയിലൂടെ ബംഗ്ലാദേശി സംവിധായകൻ അബു ഷാഹിദ് ഇമോൻ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം നേടി. ഫിപ്രസിയുടെ മികച്ച മലയാള സിനിമ സനൽകുമാർ ശശിധരന്റെ ഒഴിവു ദിവസത്തെ കളിയാണ്. ഇറാനിയൻ സംവിധായകൻ ഡെബാറൂഷ് മെഹർജുയിയെ ആജീവനാന്ത പുരസ്കാരം നൽകി IFFK ആദരിച്ചു. സംവിധായകൻ KG ജോർജിന് ഫെഫ്ക മാസ്റ്റേഴ്സ് അവാർഡ് നൽകി. മേളയിലെ മികച്ച പത്രമാധ്യമ റിപ്പോർട്ടിങ്ങിനുള്ള പുരസ്കാരം മാതൃഭൂമിയുടെ NP മുരളീകൃഷ്ണനും റേഡിയോ വിഭാഗത്തിൽ മാതൃഭൂമി ക്ലബ് എഫും നേടി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. R. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ 20ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 4 പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഒറ്റാലിന് ലഭിച്ച പുരസ്കാരങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നുവെന്ന് ജയരാജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മലയാള സിനിമയ്ക്ക് കൂടി അഭിമാനിക്കാവുന്ന നേട്ടമാണ് ജയരാജിന്റെ ഒറ്റാലിന് ലഭിച്ച പുരസ്കാരം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രം സുവർണ ചകോരം നേടുന്നത്. സുവർണ ചകോരത്തിനു പുറമെ ഫിപ്രസിയുടെ മികച്ച സിനിമ, മേളയിലെ ജനപ്രിയ സിനിമ, നെറ്റ്പാക് അവാർഡ് എന്നിവ ഉൾപ്പെടെ 3 പുരസ്കാരങ്ങളും ഒറ്റാൽ സ്വന്തമാക്കി. ഇത്രയും പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ജയരാജ് പറഞ്ഞു. ഒരു സിനിമാ സംവിധായകന്റെ ജീവിതത്തിലും ഇതുപോലൊരു മുഹൂർത്തം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും അവാർഡുകൾ ഒന്നിച്ച് കിട്ടുക, അതുപോലെ തന്നെ 20 വർഷത്തിന് ശേഷം മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അംഗീകാരം കിട്ടുക. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജയരാജ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒറ്റാൽ. കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ വല്യപ്പച്ചായൻ എന്ന താറാവ് കർഷകന്റെയും അയാളുടെ പേരക്കുട്ടിയുടെയും കഥയാണ് ഒറ്റാൽ പറഞ്ഞത്. ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുമരകം വാസുദേവൻ ലഭിച്ച ജൂറിയുടെ പ്രത്യേക പരാമർശം ഇരട്ടി മധുരമായി. ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച അശാന്തും പുരസ്കാരവേദിയിൽ നിറഞ്ഞു നിന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.